ഹായ് ഡിയേഴ്സ്, വെൽക്കം ഓൾ ടു മൈ ചാനൽ വെറ്റില ആൻഡ് ജാതിക. ഇന്ന് നമ്മുടെ ചെന്നൈയിലെ യെറ്റ് അനദർ ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ചെന്നൈ റെയിൽ മ്യൂസിയമാണ്. ഫാമിലി ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ചെന്നൈ റെയിൽ മ്യൂസിയം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിഡ്സിനും അതേപോലെ അഡൽസിനും ഒരേപോലെ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറയാം. ഇത് നമ്മുടെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ പ്രിമിസസിൻ്റെ ഉള്ളിൽ തന്നെ പേരാമ്പൂർ എന്ന് പറഞ്ഞൊരു ഏരിയയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ടിക്കറ്റ് പ്രൈസ് വളരെ റീസണബിൾ ആണ്. ജസ്റ്റ് 40 റുപ്പീസിനെ അഡൽസിനുള്ളൂ. അതേപോലെ ചിൽഡ്രന് 15 റുപ്പീസാണ് വരുന്നത്. ടൈമിങ്സ് മൺഡേയ്സും നാഷണൽ ഹോളിഡേയ്സും അവധി ദിവസമാണ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ 10 AM to 5 PM ആണ് ടൈമിങ്സ് വരുന്നത്. ഈ ഒരു മ്യൂസിയം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് ഇറങ്ങുമ്പോഴേക്കും തന്നെ നമുക്ക് ഇന്ത്യൻ റെയിൽവേസിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി, അതിൻ്റെ ഹെറിറ്റേജ് എല്ലാം കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മെയിനായിട്ട് ഈ ചെന്നൈ റെയിൽ മ്യൂസിയം ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇന്ത്യൻ റെയിൽവേസ് അത് എക്സിബിറ്റ് ചെയ്യാനാണ് അത് കാണിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ഇന്ത്യൻ റെയിൽവേസിൻ്റെ കോച്ചസ് നിർമ്മിക്കുന്നതിൻ്റെ ഒരു മെയിൻ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 4 PM ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു 1 hour നമുക്ക് മ്യൂസിയത്തിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഹറി ബറിയായിട്ടാണ് നമ്മൾ എല്ലാം ഒന്ന് കണ്ടു തീർത്തത്. അപ്പം അങ്ങനെയല്ല, ഇതിൽ അത്യാവശ്യം നല്ല പോലെ കാണാനായിട്ടുള്ള ഗാലറീസും എക്സിബിറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വിസിറ്റ് പ്ലാൻ ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ഒരു 3 hours എങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിലാക്സിങ് ആയിട്ട് എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റും. മെയിനായിട്ട് ഇവിടെ ഒരു ഔട്ട്ഡോർ പാർക്കാണ്. ഈ ഔട്ട്ഡോർ പാർക്കിലാണ് നമ്മുടെ കുറേ ടൈപ്പ് പഴയ കാലത്തെ വിൻറ്റേജ് ടൈപ്പ് ട്രെയിൻസ്, അതേപോലെ ഇഷ്ടം പോലെ ട്രെയിൻസിൻ്റെ മോഡൽസ് നമുക്ക് അവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഒരു ആർട്ട് ഗാലറിയും ഡയമണ്ട് ജൂബിലി ഗാലറിയും ഇൻഡോർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇൻഡോർ ഗാലറിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല റെയിൽവേ മോഡൽസിൻ്റെ പ്രോട്ടോടൈപ്സ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ റെയിൽവേയുടെ കംപ്ലീറ്റ് ഹിസ്റ്ററിയൊക്കെ നമുക്ക് അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. സോ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം. കുട്ടികളായിട്ട് വരുന്നവർക്ക് ഇവിടെ 2 കിഡ്സ് പ്ലേ ഗ്രൗണ്ട് ഞാൻ കണ്ടായിരുന്നു, ചിൽഡ്രൻ പ്ലേ ഏരിയ. അവിടെ നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു കിഡ്സിൻ്റെ പാർക്ക് പോലെ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. മ്യൂസിയത്തിൻ്റെ വേറൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഈ മ്യൂസിയത്തിൻ്റെ പ്രിമിസസ് ചുറ്റിക്കാണാനായിട്ടൊരു ടോയ് ട്രെയിൻ റൈഡ് അവൈലബിൾ ആണ്. അതെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ടൈമിങ്സ് അവർ കൊടുത്തിട്ടുണ്ട്. സോ അറൗണ്ട് ആ ടൈം ആകുമ്പോഴേക്കും അവരൊരു ബെല്ലടിക്കും. സോ ആ ബെല്ല് കേൾക്കുമ്പോഴേക്കും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന രീതിയിൽ ആരൊക്കെ വന്ന് കയറുന്നോ ട്രെയിൻ ഫില്ലാകുമ്പോഴേക്കും അവർ ആ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അടുത്തുള്ളവർക്ക് നെക്സ്റ്റ് ചാൻസ്, അതായത് അടുത്ത ടൈമിങ്ങിൽ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ബെല്ലടിക്കുമ്പോൾ നമുക്ക് അടുത്ത റൈഡ് അവൈലബിൾ ആണ്. അതിൻ്റെ ടൈമിങ്സ് ഉണ്ട്, ടോയ് ട്രെയിൻ ടൈമിങ്സ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു ടോയ് ട്രെയിൻ റൈഡ്. ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്ന റെയിൽവേ കോച്ചസിലൊക്കെ ചിലതിലൊക്കെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കയറാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഈ കാണിക്കുന്നതൊന്നും ഡോർ ഓപ്പൺ ആക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കുവാണ്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ, നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മൾ പോയപ്പോഴേക്കും അധികം വെയിലൊന്നും ഉണ്ടായില്ല. ആ ഒരു ടൈം ആയപ്പോഴേക്കും അത് ജസ്റ്റ് മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ വഴി നടക്കാനായിട്ട്. അമ്മൂസിനാണെങ്കിൽ ആ സ്റ്റെപ്പ് കയറാൻ പേടിയാണ്, പക്ഷെ ആൾക്ക് പൊക്കത്തെത്തുകയും വേണം. സോ അതിങ്ങനെ നടക്കുന്നതാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ടോയ് ട്രെയിൻ റൈഡ്. അപ്പം ആദ്യം ബെല്ലടിച്ച സമയത്ത് തന്നെ ഞങ്ങളൊന്ന് ഓടി വന്ന് കയറി. അങ്ങനെ സീറ്റ് കിട്ടി. ഈ ടിക്കറ്റ് തന്നെയാണ് കേട്ടോ, നമുക്കിതിന് സെപ്പറേറ്റ് ഫീസൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇത് ജസ്റ്റ് അവരൊന്ന് ചെക്ക് ചെയ്ത് ആളുകളെ ഇതിൽ കയറ്റും. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ എൻറ്റയർ മ്യൂസിയം പ്രമിസ് ഇത് ചുറ്റ് കാണിച്ചു തരും.
കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഈ ട്രെയിനിൻ്റെ ഫോട്ടോ തന്നെ ഒരു തോമസ് ആൻഡ് ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ ആയിരുന്നു ആ പുറകിൽ. അപ്പോൾ പമ്മു ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇതേ തോമസ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടാണ് ആളതിൽ കയറിയത് തന്നെ. അപ്പോൾ പമ്മൂനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ ട്രെയിൻസിൻ്റെ പ്രോട്ടോടൈപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആളെല്ലാം ഭയങ്കര കൗതുകത്തോടെ നോക്കി കാണുമായിരുന്നു. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. പിള്ളേരായിട്ട് ചെന്നൈയിലുള്ളവർ എന്തായാലും വന്നത് ഒന്ന് വിസിറ്റ് ചെയ്യണം.
അപ്പം ഏകദേശം ക്ലോസിങ് ടൈം ആയി. അപ്പോഴേക്കും നമ്മളെ ഗാർഡ്സൊക്കെ വരും. ആരെങ്കിലുമൊക്കെ ഇതേപോലെ കോച്ചസിൽ കയറിയിരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ചെക്ക് ചെയ്തിട്ട് എല്ലാവരും പുറത്താക്കും. ആ മെയിൻ ഗേറ്റ് അവർ ക്ലോസ് ചെയ്യും. എന്നിട്ട് എൻട്രിനി ഇല്ലല്ലോ, അപ്പോൾ മെയിൻ ഗേറ്റ് ക്ലോസ് ആക്കിയിട്ട് നമ്മൾ വേറൊരു ഗേറ്റ് വഴിയാണ് പുറത്ത് ഇറക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇത്തിരി ടൈമേ നമുക്ക് കിട്ടിയുള്ളൂ നമുക്ക് ആർട്ട് ഗാലറി വിസിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഓടിച്ചൊന്ന് ആർട്ട് ഗാലറിയും കണ്ടിട്ട് ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. എനിക്ക് നല്ലൊരു വിസിറ്റായിട്ടാണ് തോന്നിയത്. ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ വരണം, എന്നാലേ കുറച്ച് റിലാക്സിങ് ആയിട്ട് എല്ലാം നമുക്ക് കണ്ടു തീർക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും പമ്മൂസ് നല്ലപോലെ എൻജോയ് ചെയ്തു, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ചെന്നൈയിൽ വരുമ്പം അല്ലെങ്കിൽ ചെന്നൈയിലുള്ളവർ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ പ്ലേസ് ഒന്ന് വിസിറ്റ് ചെയ്യണം. നിങ്ങൾ നല്ലപോലെ എൻജോയ് ചെയ്യും. സോ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.